അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ അഹമ്മദ് റയീസ്, മസ്കത്ത് KMCCയുടെ പ്രസിഡൻറ്റും. ഞാൻ മസ്കത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് KMCC പ്രസിഡൻ്റായി? ഇതാണ് ഇന്ന് എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഭാഗം. ഞാൻ എന്തുകൊണ്ട് KMCC പ്രസിഡൻ്റായി അത് നിങ്ങൾക്ക് എൻ്റെ പ്രസൻറ്റേഷൻ്റെ അവസാനം മനസ്സിലാവും. ഇന്ന് ലോകം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രത്യേക സാഹചര്യം എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് ഇതിനെ എഫക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഏറ്റവും സമ്പന്നന് പോലും മുതൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾ വരെ ഒരേപോലെയാണ് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ രോഗം എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർക്കോ എല്ലാം, അതുപോലെ നമ്മുടെ താമസിക്കുന്ന രാജ്യത്തിലോ വന്നാൽ നഷ്ടം നമ്മൾക്കെല്ലാവർക്കും തന്നെയാണ്. ഈ നഷ്ടം, രോഗം വന്നാൽ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് രോഗം ലോക്ക്ഡൗണിലാണ്. ഈ ലോക്ക്ഡൗണിൽ നമുക്കറിയാം എത്രയോ ആൾക്കാർ ജോലി നഷ്ടപ്പെടുന്നുണ്ട്, എത്രയോ ആൾക്കാർ ബിസിനസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായി സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മുടെ കൈകൾ വൃത്തിയാക്കിയും നമ്മളെപ്പോഴും കിടന്നു പോകേണ്ടതാണ്. മസ്കത്തിൽ ഈ COVID-19 വന്നെന്ന് അറിഞ്ഞത് പ്രകാരം ഞങ്ങളുടെ ടീം ഇത് മീറ്റ് ചെയ്തു. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്രൈസിസാണ് ഉണ്ടാകാറ്. ഒരു ഫാസ്റ്റ് ആക്ഷൻ ക്രൈസിസാണ് നമ്മൾ നാട്ടിലുണ്ടായിരുന്ന പ്രളയത്തിൻ്റെ ആക്ഷൻ. ഈ ക്രൈസിസിനും ഒരു ഫാസ്റ്റ് ആക്ഷൻ ഫേസും ഉണ്ട്, ഒരു പ്ലാൻഡ് ആക്ഷൻ ഫേസും ഉണ്ട്. ഈ ഫാസ്റ്റ് ആക്ഷൻ ഫേസ് ഗവൺമെൻറ്റും ഹോസ്പിറ്റൽസുമാണ് ചെയ്യേണ്ടത്. പ്ലാൻഡ് ആക്ഷനാണ് സോഷ്യൽ ഓർഗനൈസേഷൻസും മറ്റുള്ള സംഘടനകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫാസ്റ്റ് ആക്ഷൻ ഫേസ് ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്തിട്ട് വേണം നമ്മുടെ KMCC എന്നതിൽ നമ്മളത് ഒരു പ്ലാൻഡ് ആക്ഷൻ പ്രോഗ്രാം ഉണ്ടാക്കി. ആ പ്ലാൻഡ് ആക്ഷൻ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ COVID-19 പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും അത് എങ്ങനെ അത് തടയാനുമുള്ള ഒരു പ്രയത്നമാണ്. ആ ഫസ്റ്റ് ആക്ഷനിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ മസ്കത്ത് KMCCന് ഒരു ഒമാൻ എന്ന് പറഞ്ഞാൽ വളരെ പരന്നൊരു സ്ഥലമാണ്, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 29ഓളം കമ്മിറ്റികളുണ്ടായിരുന്നു. 29 കമ്മിറ്റി ഉണ്ടായിരുന്നു. 28-29 കമ്മിറ്റി ഉണ്ടായിരുന്നു, ഏരിയ കമ്മിറ്റികൾ. ഓരോ ഏരിയ കമ്മിറ്റിയിലും അതിൻ്റേതായ മെമ്പേഴ്സാണ്. അപ്പോൾ അതുകൂടാതെ ഈ കമ്മിറ്റികൾക്കൊക്കെ ഞങ്ങളെല്ലാവരും ആദ്യം പ്രസിഡൻറ്റ് സെക്രട്ടറിമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുമായിട്ട് സംവാദം ചെയ്തു, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ഡോക്ടർ ലൈവ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടാവും. ഈ ഡോക്ടർ ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഓൺലൈൻ വന്ന് എല്ലാവർക്കും ഈ രോഗത്തിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനും ഈ രോഗത്തിനെ ഇങ്ങനെ തടുത്തു നിർത്താനും
നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ അത് ഓരോ ഏരിയയിലും ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇതെന്താണ് ഈ അസുഖം എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്. അതുകൂടാതെ മനഃശാസ്ത്രജ്ഞരെ കൊണ്ടുവന്നു. കാരണം ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ആൾക്കാർ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. രോഗത്തിനെ പഠിച്ച് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള പഠിപ്പിക്കാനും. രണ്ടാമത്തെ സ്റ്റേജ് എന്താ വെച്ചാൽ, ഇതാണ് ഒരു ക്രിട്ടിക്കൽ ഫേസ്. മെഡിക്കലി ആയിട്ട് എങ്ങനെ ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒമാനിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, മസ്കത്തിലെ മത്ര എന്ന സ്ഥലത്തായിരുന്നു ആദ്യത്തെ ഹോട്ട്സ്പോട്ട് ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർക്ക് അസുഖം വന്നു, പോസിറ്റീവായിട്ട് കണ്ടുപിടിച്ചു. ഈ പോസിറ്റീവായ ആൾക്കാരെ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി. കാരണം എല്ലാവരും തിങ്ങിപ്പാർക്കുന്നു, ഒരു റൂമത്തിന് 10-12 ആൾക്കാർ താമസിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ മത്രയിലെ നമ്മുടെ പ്രസിഡന്റ് നവാസ് സാഹിബാണ് കുറേ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത്യാവശ്യമായിട്ട് ഒരു ഐസൊലേഷൻ സെൻറ്റർ തുടങ്ങണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ വന്നു. ഈ ഐസൊലേഷൻ സെൻറ്റർ മത്രയിൽ തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ലോക്കൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തും ആയി ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് ചോദിച്ചു. നമ്മുടെ KMCCയുടെ ഒരു പ്രവർത്തകനും നമ്മളെല്ലാവരും നേതാവുമായ ലത്തീഫ് സാഹിബ് ഉണ്ടായിരുന്നു, ബദൽ സമ ഉപ്പള ലത്തീഫ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടെ ഒരു സെൻറ്റർ തുടങ്ങി. അതിന് ബദൽ സമയിലെ ലത്തീഫ് സാഹിബിനെയും മുഹമ്മദ് സാഹിബിനെയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം. ആ സെൻറ്റർ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ലോജിസ്റ്റിക് സപ്പോർട്ട്സ്, പിന്നെ അതിനുള്ള ഭക്ഷണം, അതിനുള്ള മറ്റ് കാര്യങ്ങളെല്ലാം KMCC ആണ് കൊടുത്ത് സഹായിച്ചത്. അങ്ങനെ അവിടുന്ന് മാഷാ അല്ലാഹ് ഇന്ന് ഒരുപാട് അവിടെ പോസിറ്റീവായി പോയ ആൾക്കാർ തിരിച്ച് വീട്ടിൽ സുഖം പ്രാപിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതൊരു സന്തോഷമായുള്ളൊരു കാര്യമാണ് നമുക്കെല്ലാവർക്കും. ഇതായിരുന്നു നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ. അതുകൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക്, പേഷ്യൻ്റായി വരുന്ന ആൾക്കാർക്ക് മിനിസ്ട്രി ആയാലും ശരി, അതിൽ ഐസൊലേഷൻ സെൻറ്റർ, അങ്ങനത്തുള്ള ഒരുപാട് സെൻറ്ററിലേക്ക് അവരെ മാറ്റാൻ പറ്റി. അവരങ്ങോട്ട് കൊണ്ടുപോയി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിൽ നിന്നും ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി. ഇതായിരുന്നു സ്റ്റേജ് 2 ഓഫ് ദ ക്രൈസിസ് ഹാൻഡ്ലിംഗ്. പ്രവാസികളും മിഡിൽ ഈസ്റ്റിലും ഒരു കുറേ പ്രത്യേകതകളുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. വോയിസ് ക്ലിയർ അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ വോയിസ് ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൺഫേം ചെയ്താൽ നന്നായിരുന്നു. കുറച്ചും കൂടി സൗണ്ടിൽ പറയണോ അല്ല ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം? ഇപ്പോഴും അസ്സലാമു അലൈക്കും റിയാസ്. ഞാനെന്നാൽ കുറച്ചും കൂടി എൻ്റെ സൗണ്ട് കൂട്ടി പറയാം. അപ്പോൾ അതുകൊണ്ട് അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്നെ ഒന്നും കൂടി അറിയിക്കുക, ഞാൻ സൗണ്ടാക്കി പറയാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ കുറച്ച് മുമ്പ് പറഞ്ഞത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ 3 ഇതായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ ഈ ക്രൈസിസ് എന്താണ്, ഈ രോഗം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട പാർട്ടായിരുന്നു. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ മെഡിക്കലിലേക്ക്, ഞാൻ അത് മെഡിക്കലിൻ്റെ കാര്യം സംസാരിച്ചിരുന്നത്. ഓക്കെ, ആ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു ഐസൊലേഷൻ സെൻറ്റർ തുടങ്ങി. അവിടെ ഒരു 50ഓളം ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ട്രീറ്റ്മെൻറ്റും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും അവിടെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ സുഖം പ്രാപിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ വളരെ മാനസികമായി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത രണ്ടാമത്തെ ഫേസ്. അതിൽ കൂടെ തന്നെ കുറേ ആൾക്കാർക്ക്, അസുഖമുള്ള ആൾക്കാർക്ക്
അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ്. മൂന്നാമത് നമ്മൾ കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഷോർട്ടേജ് വരും. കാരണം ഒരുപാട് ആൾക്കാർ ചെറു ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. ചെറു ജോലി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കഫറ്റീരിയ, ചെറിയ ഷോപ്സിൽ. അപ്പോൾ ഇവർക്കൊക്കെ ഷോപ്സൊക്കെ അടച്ചിരിക്കുകയാണ്. ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവർക്കും പണത്തിനുള്ള പ്രത്യേക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ ഷോർട്ടേജ് വരും. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഫേസിൽ തന്നെ അംബാസഡർ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി, നമ്മളെ ഇന്ത്യൻ അംബാസഡർ. ആ കോർ കമ്മിറ്റിയിൽ ഒരു 6-7 ആൾക്കാരുണ്ടായി. അതിൽ വിനീതനായ എന്നെയും ഒരു മെമ്പറാക്കിയിരുന്നു. അതിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ചെയർമാനും പിന്നെ ഇന്ത്യൻ ബോർഡ് ഓഫ് സ്കൂൾ ബോർഡിൻ്റെ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി, കിരൺ ആശർ, അങ്ങനെ ഒരു 4-5 ലുലു ഷബീർ, ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കോർ കമ്മിറ്റി. ആ കോർ കമ്മിറ്റി ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസും അതിൽ ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അംബാസഡർ. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അംബാസഡറുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ടേക്കപ്പ് ചെയ്തത് വിസ ഇഷ്യൂസാണ്. ഒരുപാട് വിസ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. രണ്ടാമത് ആൾക്കാർ തിരിച്ചു പോന്നു വരുന്ന കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയാസിലുണ്ടായിരുന്നു ആൾക്കാർക്ക്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളാണ് വളരെ ഇൻസിസ്റ്റ് ചെയ്തത് എംബസിൻ്റെ അടുത്ത്. കാരണം എംബസി ഭക്ഷണത്തിൻ്റെ കാര്യത്തിനും എന്തെങ്കിലും കാര്യം എടുക്കണം. അപ്പോൾ എംബസി ഓൾസോ പ്രൊആക്റ്റീവായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഈ മൂന്നാമത് ഭക്ഷണത്തിന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നോമ്പ് വരെയാണ്. നോമ്പ് വരുമ്പോഴേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ബിസിനസ്സുകാരും ഒരുപാട് സുഹൃത്തുക്കളും നമ്മളെ സഹായിച്ചു. ഈ സഹായം എല്ലാം കൊണ്ട് ഞങ്ങൾ 2-3 സെൻറ്റർ തുടങ്ങി, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. അതുകൂടാതെ ഒരു വോളണ്ടിയർ സിസ്റ്റം കൊണ്ടത് നമ്മളുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിൻ്റെ അതേ സ്ട്രക്ചർ വെച്ച് ഓരോ ഏരിയയിലും 10 ആൾക്കാർ വെച്ചിട്ട് ഒരു വോളണ്ടിയർ ടീമിനെ കൊണ്ടുവന്നു. എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ വോളണ്ടിയർ ടീം അതേ ഏരിയയിലെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു. അതിൽ നിന്ന് അവർ ലിസ്റ്റ് ഉണ്ടാക്കി ആർക്കൊക്കെയാണ് സഹായം വേണ്ടതെന്ന് പറഞ്ഞു. ആ സഹായം വേണ്ടതുപോലെ എത്തിച്ചു കൊടുക്കാൻ ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ സെൻട്രൽ കമ്മിറ്റി ഒരു പൂൾ ഉണ്ടാക്കി. ആ പൂളിൽ നമ്മൾ ഫുഡ് കിറ്റ് കൊണ്ടുവന്ന് ആ ഫുഡ് കിറ്റ് ഓരോ ഏരിയയിലും അവരുടേതായ റിക്വയർമെൻ്റ് അനുസരിച്ച് അവിടെ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് അവർ മാത്രമല്ല, ഓരോ ഏരിയക്കാരും അവരുടേതായ റിസോഴ്സസ് നിന്നും ഒരുപാട് കിറ്റ് ഉണ്ടാക്കി. ഈ കിറ്റൊക്കെ പെട്ടെന്ന് നോമ്പ് തുടങ്ങിയതിനൊരു ദിവസം ഇതുകൊണ്ട് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു റഫ് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ 10-12,000 കിറ്റ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മസ്കത്തിലെ KMCC. ഇതിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 29 ഏരിയ കമ്മിറ്റി തുടങ്ങി. ആ 29ാമത്തെ ഏരിയ കമ്മിറ്റി കസബായിരുന്നു. കസബിൻ്റെ അപ്രൂവൽ നടക്കുന്ന സമയത്താണ് ഇതുണ്ടായിരുന്നത്. പിന്നെ 30 എന്ന് പറഞ്ഞ് ഒരു പുതിയ ഏരിയ കമ്മിറ്റി വന്നു. പിന്നെ ഇപ്പോഴും വേറെ കുറേ ഏരിയയിൽ നമ്മുടെ പ്രവർത്തകർ പുതിയ ഏരിയ കമ്മിറ്റി തുടങ്ങാനും പുതിയ മെമ്പർഷിപ്പ് തുടങ്ങാനും ആൾക്കാർ വരികയാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോ പ്രവർത്തകരുടെയും ആ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് KMCCയിലേക്ക് ആൾക്കാർ വരുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ഞാൻ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡിസ്കഷനിൽ ഞാൻ പറയാമെന്ന് വെച്ചിരുന്നു, എന്തുകൊണ്ട് ഞാൻ മസ്കത്ത് KMCC പ്രസിഡൻ്റായി. അപ്പോൾ അതിൽ സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ മനസ്സിലാവും ഞാൻ ഈ പർട്ടിക്കുലർ പറഞ്ഞ ഈ പുതിയ ആൾക്കാർ നമ്മുടെ KMCCയിൽ വരുന്നതിൻ്റെ കാരണം. അൽഹംദുലില്ലാ. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ, ഏറ്റവും ഓർഡിനറി പറഞ്ഞാൽ ഒരു നോർമൽ മെമ്പർ മുതൽ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ വരെ ഒമാനിൽ ചെറുതായോ വലുതായോ ഓരോ സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. ഇതാണ് ഒരു പ്രത്യേകത. ഈ പ്രവർത്തനം കണ്ടാണ് പുതിയ ആൾക്കാർ KMCCയിലേക്ക് വരുന്നത്, നമ്മളെ അടുത്തേക്ക് വരുന്നത്, നമ്മളെ കൂടെ നിൽക്കാൻ വരുന്നത്. അൽഹംദുലില്ലാ. ഇതിൽ ഒരു പ്രത്യേകത കാണേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉണ്ട്
സുബൈർ സാഹിബിനും റഫീഖ് സാഹിബിനും എൻ്റെ സലാം. എൻ്റെ രണ്ടാമത്തെ പാർട്ട് ഓഫ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ ഞാൻ KMCCനെ പറ്റി ഒരു ചുരുക്കം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൻട്രൽ കമ്മിറ്റിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, ഓരോ ഏരിയയിലും മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ആ ഒരു ബ്യൂട്ടി ഓഫ് ദ തിങ് ഈസ് ഓരോ ഏരിയയും അവർക്ക് മറ്റുള്ളൊരു ഏരിയയിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ദി സ്റ്റെപ്പ് ഇൻ എന്നിട്ട് അവർ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒമാനിൽ തന്നെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഏരിയ അറിഞ്ഞാൽ അത് മറ്റൊരു ഏരിയയിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു ഫോൺ കോൾ എനിക്ക് ഒരു 10-20 മിനിറ്റോ ഒരു അരമണിക്കൂറുണ്ടോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും അച്ചടക്കത്തോടെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി ഓരോ ഏരിയയും വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ഒരു ഡീസെൻട്രലൈസേഷൻ ഉണ്ടാക്കി ഏറ്റവും താഴത്തെ ലെവലിൽ വരെ ആൾക്കാർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അതിൽ എല്ലാ മെമ്പറും ഒരു കാഡർ പോലെയാണ് പ്രവർത്തിച്ചത്. എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് സർവീസ്. അപ്പോൾ ഇത് കാണുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തുകൊണ്ട് മസ്കത്ത് KMCC പ്രസിഡൻ്റായി അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളെല്ലാവരുടെയും ഈ അഹമ്മദ് സാഹിബ് കുറച്ച് കാര്യങ്ങൾ അതും കൂടി പറയാം. കാരണം ഇതൊക്കെ റിലേറ്റഡ് ആണ് ഞാൻ എന്തുകൊണ്ട് മസ്കത്ത് KMCC പ്രസിഡൻ്റ് ആയെന്നല്ലേ. എൻ്റെ ഉപ്പാനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അറിയുന്നതാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ഞാൻ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ മസ്കത്ത് KMCCൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 4 ഉപ്പ ഇവിടെ മസ്കത്തിൽ വന്നാലും ശരി, രാഷ്ട്രീയത്തിലായാലും ഒരു 4-5 അടി പിറകിലാണ് നടക്കാറ്. മസ്കത്ത് KMCC ആയിട്ട് ഞാൻ ഒമാനിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ സ്നേഹമുണ്ട്. അവരുടെ പ്രവർത്തനത്തിൽ കൂടുതലുണ്ട്. അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കരീം സാഹിബ് മുതൽ CKV യൂസഫ് സാഹിബ്, TC അഷ്റഫ് സാഹിബ്, അങ്ങനെ വരുന്ന എല്ലാ പ്രസിഡൻറ്റ് കീഴിലുണ്ടായിരുന്നു. KMCCയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ KMCCയുടെ മുന്നിൽ വരാറില്ലായിരുന്നു. ഉപരാഷ്ട്രീയത്തിലായതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ മാറി നിന്നായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മളെ ജീവിതം കൊണ്ടുവന്നത്. എൻ്റെ ഉപ്പ വിട്ടുപിരിഞ്ഞേരം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പറഞ്ഞു, ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഉപ്പ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു. റോഷൻ അജ്മൽ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു അനാലിറ്റിക്കലായിട്ട് നോക്കിയ സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 4 ക്യാരക്ടേഴ്സായിരുന്നു ഉപ്പാൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ഈ 4 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും ഒരു കാര്യം, ഉപ്പ ഈ മരിച്ച ദിവസം, വിട്ടുപിരിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു. അപ്പർ ഹൗസും ലോവർ ഹൗസും ഒന്നിച്ചുള്ള ഒരു ജോയിൻറ്റ് സെഷനിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സംസാരിക്കുന്ന സമയത്ത്, ഈ സംസാരിക്കുന്ന സമയത്തായിരുന്നു ഇപ്പോൾ വീട് മരിച്ചത്. എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ അവസാന നിമിഷം വരെ ജോലി എടുക്കുക.
പക്ഷെ ഉപ്പ ഒരു കമ്മിറ്റ്മെൻ്റാണ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉപ്പാനെ ജയിപ്പിച്ച ആൾക്കാർക്ക് ഉപ്പ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ പാർലമെൻറ്റ് സെഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാത്രി ഇരുന്ന് ഒരു സ്കൂൾ കുട്ടിയെ പോലെ ഇരുന്ന് പഠിക്കുന്നത് കാണാമായിരുന്നു. പഠിച്ച് രാവിലെ പോയി അസംബ്ലിയിലും പാർലമെൻറ്റിലും സമ്പാദിക്കുന്നതിന്. ഇതായിരുന്നു ഉപ്പാൻ്റെ ഒരു ഫിലോസഫി. എന്ന് വെച്ചാൽ കഠിനാധ്വാനമാണ് ഉപ്പാൻ്റെ ഒരു ക്യാരക്ടർ, ഉപ്പാൻ്റെ സക്സസ്സിനുള്ള ഒരു ക്യാരക്ടർ വരുന്നത്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരാളെയും വെറുക്കാറില്ല. പറഞ്ഞാൽ ഉപ്പ രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോനെ മാപ്പാക്കി തരണേ, അതുകൂടാതെ എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാപ്പാക്കി കൊടുക്കണമേ. ഇതായിരുന്നു ഉപ്പാൻ്റെ പ്രാർത്ഥന. എനിക്ക് നല്ലവണ്ണം അറിയുന്നതാണ്. ഈ പ്രാർത്ഥനയോട് കൂടിയാണ് ഉപ്പ ഒരു ദിവസം അവസാനിപ്പിക്കുന്നത്. പറയാം, മനസ്സിൽ ഒരാൾക്കും വെറുപ്പ് വെക്കാറില്ല. വെറുപ്പ് വെക്കാതുള്ള ഒരു ജീവിതമാണ് ഉപ്പാൻ്റെ. അസ്സലാമു അലൈക്കും ദാവസാഹിബ്. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന രണ്ടാമെന്ന് വെച്ചാൽ മനസ്സിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ അതൊരു ക്ലീൻ ആയിട്ടുള്ള മനസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാനസിക ക്ലേശങ്ങളില്ലാത്തൊരു മനസ്സാണ്. എന്ന് പറഞ്ഞാൽ ഈ വെറുപ്പ് മനസ്സിലില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും. ഇതാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. എന്ന് വെച്ചാൽ ഹാർഡ് വർക്കും രണ്ടാമത് മനസ്സിലില്ല. മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, സ്വബേസ്കരിച്ച് കഴിഞ്ഞാൽ ഉപ്പാക്ക് കുറേ റൂട്ടീനുണ്ട്. ഉപ്പ ഉപ്പാൻ്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തും ഉപ്പാൻ്റെ ലീഡറും ഉപ്പാൻ്റെ ഒരു എന്താ പറയുക, ഒരു സഹോദര പോലെയും ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവും എല്ലാം കൂടിയായിരുന്നു പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ് വേണ്ടി പ്രാർത്ഥിക്കും. ഉപ്പാൻ്റെ മാതാപിതാക്കൾ വേണ്ടി പറയും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ 1999 വിട്ടുപോയ ഉമ്മ ഉപ്പാൻ്റെ മരിക്കുന്ന അന്ന് ദിവസം വരെ എല്ലാ ദിവസവും ഉപ്പാൻ്റെ വിശ്വാസമായ യാസീൻ ജ്യോതിയാണ് ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഉപ്പ. അപ്പോൾ അന്ന് രാവിലെ എണീറ്റ് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം ഉപ്പ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് എനിക്ക് കുറച്ച് ആൾക്കാരെ സഹായിക്കാൻ പറ്റുമോ. ആ സഹായം കൊടുക്കലാണ് പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആരെങ്കിലും സഹായത്തിന് വന്നു കഴിഞ്ഞാൽ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ അത് മനസ്സിൽ വെക്കും. വൈകുന്നേരമായാൽ അത് ഫോളോ അപ്പ് ചെയ്യും. സ്റ്റാഫിനെ വിളിച്ചാലും ഉപ്പാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷഫീഖായാലും മുസഫറായാലും അനീസായാലും റാഫി ആയാലും വിളിച്ചന്വേഷിക്കും. ഈ കാര്യങ്ങൾ ചെയ്തു. ചില സമയം ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഉപ്പ ജനാസ ഖബറടക്കുന്നതിന് കണ്ണൂർ സിറ്റിയിൽ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മാറി നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളെ അപ്പോൾ അവർക്ക് പള്ളിയിൽ കയറാനൊരു ബുദ്ധിമുട്ടുണ്ട്, മനസ്സമാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളെ ആൾക്കാർ പോയി ചോദിച്ചു, എന്തായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അവരൊരു കഥ പറഞ്ഞതെന്ന് വെച്ചാൽ, ഉപ്പാക്ക് നിങ്ങൾക്കറിയാലോ ഉപ്പാൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോണുണ്ട്, നോക്കിയ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ 24 മണിക്കൂറും കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മന്ത്രിയായിരിക്കുന്ന സ്ഥലത്ത് അവർ മലേഷ്യയിലാണ് സ്റ്റക്കായി എന്തോ ഉപ്പാൻ്റെ ഫോണിൻ്റെ നമ്പർ കിട്ടി. ഉപ്പാനെ വിളിച്ചു പറഞ്ഞു. 24 മണിക്കൂർ കൊണ്ട് അവരുടെ പേപ്പർ വർക്കൊക്കെ സോർട്ട് ചെയ്ത് അവർ 2 ദിവസം കൂടി തിരിച്ചു വന്നു. അവർക്ക് നന്ദി പറയാൻ പറ്റില്ല, നേരിട്ട് കണ്ട്. ആ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ജനാസനത് ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഉപ്പ മനസ്സ് തുറന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് സഹായം കൊടുക്കുന്നത്. ആ സഹായിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷമാണ്, ഒരാളെ സഹായിച്ചെന്നല്ല. ഇതാണ് മൂന്നാമത്തെ ക്യാരക്ടർ. നാലാമത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഒരു അനീതി കണ്ടാൽ ശബ്ദമുയർത്തും. അത് എന്തായാലും ശരി, എവിടെയായാലും ശരി, ആ ശബ്ദമുയർത്തും. അത് നിങ്ങൾക്ക് അറിയാം. കോയമ്പത്തൂർ, ഗുജറാത്ത്, ആസാം, ഭീവണ്ടി, ഈ എല്ലാ സ്ഥലത്തും ആദ്യം ഓടിയെത്തി ആ അനീതിക്ക് വേണ്ടി ശബ്ദമുയർത്തും. ഇതാണ് ഈ 4 ക്യാരക്ടർ. ഈ 4 ക്യാരക്ടറാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പ്രവർത്തകർ
ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. ഈ 4 പ്രവൃത്തിയും ചെയ്താൽ തന്നെ നമുക്ക് വിജയം വരും. അൽഹംദുലില്ലാ, ഇതാണ് ഈ പല ക്യാരക്ടർ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ പോയിന്റ് ലീഡർഷിപ്പാണ്. എൻ്റെ പല കാലത്ത് ശിഹാബ് തങ്ങൾ, ഹൈദരലി തങ്ങളുണ്ട്. ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും പറഞ്ഞാൽ അതിന് ഒരു വ്യത്യാസമില്ല. ആ പറഞ്ഞതാണ് റൂൾ, ആ പറഞ്ഞതാണ് ആക്ഷൻ, ആ പറഞ്ഞതാണ്. അതിൽ ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ല. ഇന്നും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയ ലീഡർഷിപ്പ് പോലും ആ ബിലീഫിലും ആ സിസ്റ്റത്തിലാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ സക്സസിൻ്റെ ലീഡർഷിപ്പിനെ, സിംഗിൾ പോയിൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പിനെ അനുസരിച്ച് പ്രവർത്തിക്കുക. ഏറ്റവും മുതിർന്ന ലീഡർ പോലും ആ സിംഗിൾ പോയിന്റ് ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്നത്. ഇതാണ് ഒരു പ്രത്യേകത. ഞാൻ എന്തുകൊണ്ട് KMCC പ്രസിഡൻ്റായി? ഈ ചോദ്യത്തിന് ഈ പറഞ്ഞതിലെല്ലാം അർത്ഥമുണ്ട്. ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്ന സമയത്ത് എന്നെ KMCC പ്രസിഡൻ്റാക്കാൻ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരണീയനായ ഹൈദരലി തങ്ങൾ എന്നെ വിളിച്ചു, പറഞ്ഞു പ്രസിഡൻ്റാകാൻ. ഞാൻ മടിച്ചു നിന്നു. തങ്ങൾ 2-3 പ്രാവശ്യം എന്നെ വിളിപ്പിച്ചു, ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചേരം ഞാൻ മടിച്ചു നിന്നു. കാരണം എനിക്കൊരുപാട് പരിമിതികളുണ്ട് ഇവിടെ, അതിന് കഴിവുള്ളതും മറ്റുണ്ട്. അതുകൂടാതെ മസ്കത്ത് KMCC നടത്തിയിരിക്കുന്നത് വളരെ സീനിയറായിട്ടുള്ള, വളരെ കേപ്പബിൾ ആയിട്ടുള്ള പ്രസിഡന്റുമാരായിരുന്നു. കരീം സാഹിബും യൂസുഫ് സാഹിബും അങ്ങനെയുള്ള നേതാക്കന്മാർ. അപ്പോൾ ഇവരുടെ പാത പിന്തുടരാനുള്ള എനിക്ക് പറ്റുമോ? അതുകൂടാതെ എൻ്റെ പരിമിതികളിൽ നിന്നിട്ട് ഇത് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വെച്ചു. തങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ 2 കാര്യത്തിലാണ് KMCC പ്രസിഡന്റ് അന്ന് എടുത്തത്. കാരണം ഒന്ന്, എൻ്റെ ഉപ്പാൻ്റെ നമ്മളൊക്കെ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിലുണ്ടെന്ന് തങ്ങൾ പറഞ്ഞാൽ അതിന് ഒരു വ്യത്യാസമില്ല, അത് ചെയ്യണം. അതാണ് എന്നുവെച്ചാൽ ഒരു വ്യത്യാസം വരില്ല. അപ്പോൾ തങ്ങൾ 2-3 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗും KMCCയും ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് ഈ 2 കാരണം കൊണ്ടാണ് അന്ന് ഞാനത് ഏറ്റെടുത്തത്. KMCC ഞാൻ എന്തുകൊണ്ട് KMCC പ്രസിഡന്റാണെന്ന് മനസ്സിലായി. ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ഇബാദത്താണ്. KMCCൻ്റെ പ്രവർത്തകൻ അങ്ങ് ആര് KMCC പ്രവർത്തകൻ ഒരു ഗുണം ഒരു മനുഷ്യന് ചെയ്തു കൊടുത്താൽ അതിൻ്റെ കൂലി എല്ലാ KMCCക്കാർക്കും കിട്ടുമെന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ചെറിയ ഒരു പ്രവർത്തകൻ മുതൽ എൻ്റെ സീനിയർ മോസ്റ്റ് നേതാവ് വരെ ചെയ്യുന്ന പ്രവർത്തനം അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുമെന്ന് ഒരു പാഠം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നം വന്നാൽ ഏറ്റവും ഒരു കയ്യിൽ പോക്കറ്റിലുള്ള എന്താണ് കാശെടുത്ത് തരുന്ന ഒരു പ്രവർത്തകനാണ് സഹായിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രവർത്തകനാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത് ഒമാനിലും മറ്റുള്ള സ്ഥലങ്ങളിലും. അവരെ സഹായിക്കലാണ് ഏറ്റവും വലിയ കടമായി വരുന്നത്. അത് എന്തുകൊണ്ട് ഞാൻ KMCC പ്രവർത്തകനായെന്ന് മനസ്സിലായല്ലോ. ഇതാണ് KMCCൻ്റെ പ്രസിഡന്റ് സ്ഥാനം എടുത്തതിന് ശേഷം. അസ്സലാമു അലൈക്കും മുസ്തഫ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. KMCC ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത സമയത്ത് ആദ്യമായുള്ള സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അത് വളരെ അർത്ഥവത്തായി തന്നെ അവർ എല്ലാ മെമ്പറും എല്ലാവരും അതെടുത്തു. പറഞ്ഞാൽ ഏറ്റവും അലങ്കാരിക പൊസിഷൻ മാത്രമാണ് KMCC പ്രസിഡന്റ്.
പ്രവർത്തിക്കുന്നത് എല്ലാവരും താഴ്ന്നു. KMCC പ്രസിഡന്റ് എല്ലാവരും കാറ്റലിസ്റ്റാണ്, യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ KMCC പ്രസിഡൻ്റാണ് ഒന്നെന്ന് പറയുന്നത്. എല്ലാത്തിനും അതിൽ എല്ലാവരുമാണ് അതിന് ഉത്തരവാദികൾ അത് ചെയ്തിരിക്കുന്നത്. അത് അൽഹംദുലില്ലാ വളരെ അർത്ഥവത്തായി എല്ലാവരും എടുത്ത് പ്രവർത്തിച്ചു. അപ്പം KMCC ഏറ്റെടുത്തതിന് ശേഷം ഒരു വിഷൻ 2020 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. ആ വിഷൻ 2020 പ്രോഗ്രാമിൽ എല്ലാ ഏരിയയിലും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ കൊണ്ടുവന്നു ഇരുന്ന് നമ്മൾ സംവാദം ചെയ്ത് ഡിസ്കസ് ചെയ്ത് എന്താണ് നമ്മൾ 3 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടത്, ആ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്സ് ഉണ്ടാക്കുക. അതായിരുന്നു ഒബ്ജക്റ്റീവ്. ആ ടാർഗറ്റിൻ്റെ ഭാഗമായി ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ആ തീരുമാനങ്ങൾ കുറേയൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി, കുറേ ഇതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ ടീമാണ് എടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ പ്രവർത്തകർ അതൊന്ന് ഏറ്റെടുത്തത് അത് അച്ചീവ് ചെയ്യുന്നത് ഞാനല്ല. ഒബ്ജക്റ്റീവ് മാത്രമേ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമൊരു വിഷൻ ഉണ്ടാക്കി ആ വിഷൻ്റെ പാർട്ടായിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ വിഷൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ എൻ്റെ ഫസ്റ്റ് ഹാഫ് സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ ആൾക്കാർ KMCCയിലേക്ക് വരുന്നു, ജോയിൻ ചെയ്യുന്നു. അന്നത്തെ ഒരു വിഷൻ്റെ ഒരു ഒബ്ജക്റ്റീവായിരുന്നു മെമ്പർഷിപ്പിന് നമ്പേഴ്സ് കൂട്ടണം. അൽഹംദുലില്ലാ ആ നമ്പേഴ്സ് കൂട്ടിക്കൊണ്ടേ വരുന്നതാണ്. ഞാൻ പ്രസിഡന്റിന് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ വിളിച്ചു KMCCയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഒരു YPG എന്ന് പറഞ്ഞൊരു യങ് പ്രൊഫഷണൽസ് ഗ്രൂപ്പ് നമ്മളുണ്ടാക്കി. അതുകൂടാതെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, എല്ലാ പോയിൻറ്റ്സും ലിങ്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കണമെന്ന് വെച്ചു. അതിൻ്റെ ഭാഗമായി ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ആപ്പ് ഇന്ന് കോവിഡിന് വേണ്ടി നമ്മൾ റീലോഞ്ച് ചെയ്തിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. നിങ്ങളെല്ലാവരും അതിൽ ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ ഫേസ്ബുക്കിലോട്ട് പോയി നോക്കാം ആ ആപ്പ്. ആ ആപ്പിന് കുറേ പ്രത്യേകതകളുണ്ട്. ആ ആപ്പിൽ കുറേ ഇൻട്രാക്റ്റീവ് സെഷൻസും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് അനുസരിച്ചിട്ട് അത് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ട്. എല്ലാ KMCCയും പ്രവർത്തനങ്ങളും മസ്കത്ത് മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളിലെ KMCC പ്രവർത്തനങ്ങളും അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ സിസ്റ്റംസും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ആപ്പിന് കുറേ പ്രത്യേകതകളുണ്ട്. അതൊന്നും ഇപ്പം നമ്മളത് റീലോഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഈ ആപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ, 2-way കമ്മ്യൂണിക്കേഷൻ, ലൈവായിട്ടുള്ള പ്രോഗ്രാംസ്, പിന്നെ ലൈബ്രറി, മക്കൾസ്. ഇപ്പം ഒരു മക്കൾസ് എന്ന് പറയുന്ന കുട്ടിയുണ്ട്. കുറേ കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, പിന്നെ മഹിളാവേദി, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ പർട്ടിക്കുലർ ആപ്പ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷൻ 2020 ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്നവരും തന്നെ നമ്മൾ തീരുമാനിച്ചു വെച്ചാൽ നമുക്കൊരു വിഷൻ ഉണ്ടാക്കണം. ആ വിഷൻ്റെ പാത്തിലേക്ക് പോകണം. 100% നമ്മൾ വിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിൽ കാരണം ഒമാൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായ ഒരു രാജ്യമാണ്. ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിൽ വേണം പ്രവർത്തിക്കാൻ വേണ്ടി. ഇവിടുത്തെ ഒരു റൂൾസും തെറ്റിക്കാതെയും ഒരു നോൺ കോൺഫ്രണ്ടേഷനായി സിസ്റ്റമാറ്റിക് എടുക്കണം. അൽഹംദുലില്ലാ വളരെ അച്ചടക്കത്തോടുകൂടി എല്ലാവരും സിസ്റ്റമാറ്റിക് എടുക്കണം. ഇതൊക്കെയാണ് ഞാൻ എന്തുകൊണ്ട് മസ്കത്ത് KMCC പ്രസിഡൻ്റായത്. അൽഹംദുലില്ലാ നമ്മുടെ പ്രവർത്തകർ ചെയ്യുന്ന നല്ല പ്രവൃത്തി, നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട
തങ്ങൾ പറഞ്ഞാൽ അതിനൊരു മറുചോദ്യമില്ല എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഞാനിന്ന് മസ്കത്ത് KMCC പ്രസിഡൻ്റായി. ഇന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാനോ കുറച്ച് നേരം സംസാരിച്ച് അപ്പുറം ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹാമായി നമ്മൾ പോയതിന് ശേഷം അള്ളാഹു നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ അള്ളാഹു ആവതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഒരു റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു വരികളുണ്ട്. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഇൻഷാ അല്ലാഹ് അടുത്തതിനെ നിങ്ങളെല്ലാവരെയും കാണാൻ പഠിച്ചോളാവതാക്കി തട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.